കോമഡി സിറ്റുവേഷൻസ് മോഹൻലാൽ അത് അഴിഞ്ഞാടിയെന്ന് തന്നെ പറയാം. ഈ പൊങ്ങച്ചക്കാരൻ്റെ അത് ശ്രീനി ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അതെന്നെ കളിയാക്കാനാണോ എന്നൊക്കെ ഒരു തോന്നൽ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പുള്ളി അത് ശ്രീനിയോട് പറയുകയും ചെയ്തത്. ഹീറോ സെൻട്രിക് ആയിട്ട് സിനിമ മാറിയിട്ടുണ്ട്. അപ്പം സ്ത്രീകൾക്ക് തന്നെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാന്ന് മാത്രമല്ല, ചില സിനിമയിൽ സ്ത്രീകളെ തന്നെ കാണില്ല. ഒന്ന് രണ്ട് ഷോട്ടിലേക്ക് മാത്രം സ്ത്രീകളുള്ള സിനിമകളൊക്കെ കുറേ വരുന്നുണ്ട്. നായകനേക്കാളും മേലെ പ്രാധാന്യമുള്ള നായികമാർ വെച്ചിട്ട് ഒരുപാട് സിനിമ വന്നു. സത്യനും പ്രേംനസീറുള്ള സമയത്ത് ഷീലയും ശാരദയൊക്കെ അവരെക്കാളും പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് അന്നത്തെ ജെൻസി പിള്ളേർ വെച്ചിട്ട് ചെയ്ത പടങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്ത പടങ്ങളാണ് നിറവും നമ്മളൊക്കെ. ആ നിറത്തിൽ അന്ന് ഈ ഫ്രണ്ട്ഷിപ്പും ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദമൊക്കെ അന്ന് പുതിയ കാര്യമാണ്. ഇന്നിപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള കാര്യം അന്ന് ആദ്യമായിട്ടാണ് സിനിമയിൽ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. സിനിമ മാറുന്നുണ്ട്. സിനിമ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ടെക്നോളജി മാറും, അതിൻ്റെ കഥ മാറും, കഥകളുടെ അഭിരുചി മാറും. ഇന്ന് ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ കൂടുതൽ കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തെന്നുള്ളതാണ്. നമസ്കാരം. മലയാളത്തിന് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച മലയാളികളുടെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ കമൽ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. 40 വർഷമായല്ലോ ഇപ്പോൾ സിനിമയിൽ വന്നിട്ട്. ഈ 40 വർഷക്കാലത്തെ സിനിമാ ജീവിതം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സിനിമയിൽ നിന്ന് പഠിച്ചത്? സിനിമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു ജീവിതം സിനിമ മാത്രമാണ്. ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് സിനിമയിലേക്ക് ആദ്യം വരുന്നത്. ത്രാസം എന്ന് പറഞ്ഞിട്ട് ഓഫീറ്റ് സിനിമയ്ക്ക് കഥ സംഭാഷണം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം വരുന്നത്. പിന്നീട് സഹസംവിധായകനായിട്ട് 6-7 വർഷത്തോളം വർക്ക് ചെയ്തു. പല പ്രമുഖ സംവിധായകരും, സേതുമാധവൻ സാറ്, PN മേനോൻ, ഭരതൻ, രവീന്ദ്രൻ തുടങ്ങി ഒരുപാട് പ്രമുഖ സംവിധായകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാവും. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടാണ് 40 വർഷം. 1986 ജൂൺ 19 എൻ്റെ ആദ്യത്തെ സിനിമ റിലീസാവുന്നത്. മെഴുന്നൂർ പൂവ്. മോഹൻലാലും റോഷി ലിസി നെടുമുടിയോട് തിരഞ്ചേട്ടനൊക്കെ അഭിനയിച്ച പടം. അത് കഴിഞ്ഞിട്ട് 40 വർഷമായി. അപ്പോൾ ഈ 40 വർഷം സിനിമയിൽ, അല്ലെങ്കിൽ ഇപ്പം 47 വർഷമായി ഞാൻ സിനിമയിലേക്ക് വന്നിട്ട്. ഈ 47 വർഷത്തിനിടയിൽ സിനിമ ഒരുപാട് മാറിക്കഴിഞ്ഞു. സിനിമയുടെ രീതികൾ മാറി. ഞാൻ ആദ്യത്തെ സിനിമ വർക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു ത്രാസം. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിന്ന് അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയ വേറെ 1-2 പടങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അപ്പോഴേക്കും കളർ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായും കളറിലേക്ക് വരുന്നത് ഏകദേശം ഒരു 80-82 ശേഷമാണ് ഫുള്ളായിട്ട് കളർ സിനിമകളിലേക്ക് മലയാള സിനിമ മാറുന്നത്. അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിനിമയുടെ സാങ്കേതിക രംഗം ഇപ്പോൾ കാണുന്ന മാതിരിയേ അല്ല, എല്ലാം വ്യത്യാസം. ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അന്നത്തെ ക്യാമറ എയർഫ്ലെക്സ് ക്യാമറയും കാര്യങ്ങളും. സ്റ്റുഡിയോയിൽ കുറേ ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ ഔട്ട്ഡോർ ഉണ്ട്. പിന്നീട് പൂർണ്ണമായിട്ടും ഔട്ട്ഡോറിലേക്ക് സിനിമ മാറി. കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന രീതികൾ വന്നു. അന്നൊക്കെ സൗണ്ട്, ലൈവ് സൗണ്ട് ഒന്നുമില്ല, അതുപോലെ തന്നെ മോണിറ്റർ ഇല്ല. പിന്നെ ഡിജിറ്റൽ ക്യാമറകൾ വന്ന് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. ഞാനൊക്കെ എൻ്റെ ഈ അവസാനത്തെ 2-3 പടങ്ങളും 4-5 പടങ്ങളാണ് ഡിജിറ്റൽ ക്യാമറയിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ മുമ്പ് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സാങ്കേതിക കാര്യങ്ങൾ ഒരുപാട് മാറി. ഞങ്ങൾ വന്ന സമയത്തുള്ള താരങ്ങളും എല്ലാം മാറി. സാറിൻ്റെ കാലം മുതൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മധുസാറൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ മധുസാറ് പ്രായമായി, അങ്ങനെ മാറി. മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ വന്ന ഒരു കാലം. ശരിക്കും ഞങ്ങളുടെ ആ കാലത്ത് തന്നെയാണ് ഞങ്ങളൊക്കെ സിനിമയിൽ വന്നു. ഇപ്പം എൻ്റെ സമകാലീനമായിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്, അറിയാലോ. അപ്പോൾ ഞങ്ങളൊക്കെ സിനിമയിലേക്ക് വന്ന കാലത്ത് തന്നെയാണ് ഒരുപാട് പുതിയ നടീനടന്മാരും സിനിമയിലേക്ക് വന്നത്. ഇപ്പോൾ കൊടിയേറ്റം ഗോപി, നെടുമുടി വേണു തുടങ്ങി തിലകഞ്ചേട്ടൻ തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ആ നിര ഇങ്ങനെ അങ്ങോട്ട് വന്ന്. അപ്പോഴേക്കും മറ്റോടത്ത് ജഗതിയൊക്കെ നേരത്തെ ഉണ്ടെങ്കിലും ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെ ഒടുവിലുള്ള കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശങ്കരാടിച്ചേട്ടനൊക്കെ നേരത്തെ ഉണ്ട്. അങ്ങനെ ഒരു വലിയ ജനറേഷനോടൊപ്പമാണ് നമ്മളും വരുന്നത്. സോമേട്ടൻ, സുകുമാരൻ, ഈ പറഞ്ഞവരധികവും നാടക മേഖലയിൽ നിന്ന് വന്നു. അതെ, നാടകരംഗത്തു നിന്നാണ് സിനിമയിലേക്ക് വന്നത്. സോമേട്ടൻ, സുകുമാരൻ, ജയൻ പിന്നെ അപ്പോഴേക്കും മരിച്ചു. പിന്നീട് ഇങ്ങനെ കുറേ നായകന്മാരും ഒരുപാട് നടീനടന്മാരും, നടികളുണ്ട്, നമുക്കത് ഒരുപാട് ആൾക്കാർ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇൻഡിപെൻഡൻറ്റ് സംവിധായകരായി കഴിഞ്ഞപ്പോൾ സിനിമകൾ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ ബുക്കായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു തുറന്ന പുസ്തകമായിരുന്നു. ഇപ്പോൾ സംവിധായകൻ മുൻപ് എന്ത് സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊരു സിനിമ ചെയ്തിട്ടാണെന്ന് നോക്കിയിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഡേറ്റ് കൊടുക്കുക. അപ്പോൾ സംവിധായകനായിട്ടും പ്രൊഡ്യൂസറായിട്ടും, കൂടുതൽ പ്രൊഡ്യൂസർക്ക് കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യം, വലിയ വലിയ പ്രൊഡ്യൂസർമാരുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഓപ്പൺ ബുക്കും എന്ന് പറയുന്നത് ഒരു കഥയായിട്ട് ഒരു തിരക്കഥാകൃത്താണ്. തിരക്കഥാകൃത്തുക്കളും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വലിയ വലിയ എഴുത്തുകാരുണ്ടായിരുന്നു സിനിമയ്ക്ക് എഴുതാനായിട്ട്.
അപ്പോൾ അവരുമായിട്ട് കൂടിച്ചേർന്ന ഒരു സംവിധായകൻ ഒരു പ്രോജക്റ്റായിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ആളെ നോക്കിയിട്ടല്ല ഡേറ്റ് കൊടുക്കുന്നത്, മനസ്സിലായില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പുകളായി, ഓരോ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് അവരുടെ സിനിമകളിൽ മാത്രം അഭിനയിക്കുക, അല്ലെങ്കിൽ ആ പ്രോജക്റ്റുകളിൽ മാത്രം സഹകരിക്കുക എന്നുള്ള രീതി മുമ്പ് ഉണ്ടായേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ അടൂർ സാറ്, അരവിന്ദേട്ടൻ മുതലുള്ള ആൾക്കാരുടെ പടത്തിൽ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കും. ഇങ്ങനത്തെ അല്ലെങ്കിൽ ഏറ്റവും കച്ചവട സിനിമകൾ ചെയ്യുന്ന ഏത് സംവിധായകരുടെയും സിനിമയിൽ അവർ അഭിനയിക്കും. ഒരു വർഷം 10-30 പടങ്ങളിലൊക്കെ നമുക്കറിയാലോ മമ്മൂട്ടി മോഹൻലാലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ പറയുക, ഞങ്ങളൊക്കെ സജീവമായി നിൽക്കുന്ന സമയത്തും 10-15 പടങ്ങളൊക്കെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരു വർഷം അഭിനയിക്കും. അത് മാറി ഇപ്പോൾ 2-3 പടങ്ങളൊക്കെ മാറി ഒരു വർഷം ഇവരുടെയൊക്കെ ഇറങ്ങുന്നത്. അതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ ആയിരുന്നു അന്ന് സിനിമ. നമുക്കതുകൊണ്ട് തന്നെ കുറേ സിനിമകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായി. വലിയ സൗഹൃദങ്ങളുണ്ടായിരുന്നു. സൗഹൃദങ്ങൾ ഇന്നും ഉണ്ട്, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കിടയിലാവും ഒരു ജനറേഷൻ മാറുന്നതിനനുസരിച്ച് സൗഹൃദങ്ങളുടെ രീതികൾ മാറുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ കാലത്തും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന തലമുറയുടെ ആയിരുന്നില്ല ഞങ്ങൾക്കും സൗഹൃദം. ഞങ്ങളോടൊപ്പം വന്ന ആൾക്കാരായിട്ടാണ് സൗഹൃദം ഉണ്ടായിരുന്നത്. അതങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ മൊത്തം സിനിമയുടെ അന്തരീക്ഷങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ, ടെക്നോളജി മാറിയപ്പോൾ അതിനനുസരിച്ച് സിനിമ ഉണ്ടാക്കുന്ന രീതികൾ മാറി. നമ്പർ ഓഫ് ഡേയ്സ് കൂടി സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുമ്പൊക്കെയാണെങ്കിൽ ഒരു 30 ദിവസം, അതിനുമുമ്പ് 20-25 ദിവസം കൊണ്ടൊക്കെ പടം തീരുമായിരുന്നു. ഞങ്ങളൊക്കെ വന്നതിന് ശേഷം 30-35 ദിവസം കൊണ്ടൊക്കെ ഒരു സിനിമ ഷൂട്ടിംഗ് തീരുന്ന സ്ഥാനത്ത് നിന്ന് 100-150 ദിവസമുള്ള ഒരു സിനിമ തീരാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ സാങ്കേതികത വളർന്നു കഴിഞ്ഞപ്പോൾ സംഗതി സിനിമ ഉണ്ടാക്കൽ സ്ലോ ആയി എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയ്ക്ക് അന്ന് ഏറ്റവും വലിയ ഒരു ഭയം ഞങ്ങൾക്കൊക്കെ ഫിലിമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഫിലിം പോകും എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേക്സ് കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാണ്. അപ്പോൾ മാക്സിമം റിഹേഴ്സൽ ചെയ്ത് 1-2 ടേക്കിൽ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് രീതി അന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു, വെച്ചാൽ ഫിലിം ഉണ്ടാക്കുന്നിടത്ത് ഉണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാനൊക്കെ ഇത്രയും 40 വർഷമായിട്ട് സിനിമയിൽ വന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ മുഴുവൻ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് തലമുറ മാറ്റം, ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോൾ സിനിമ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലൂടെയൊക്കെ സിനിമ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ തലമുറ. അത് ഒരു ഗുണമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. സാങ്കേതികമായ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സിനിമാ രീതികളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ സിനിമ കുറച്ചും കൂടി ഈസി ആയില്ലേ. പുതിയ തലമുറയ്ക്ക് സിനിമ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കാലത്ത് ഒരു സിനിമ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. ഒന്നുകിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, അല്ലാത്തവരെന്താ ചെയ്യുന്നത്, അന്ന് മദ്രാസാണ്. പിന്നീട് ഷൂട്ടിങ്ങൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും ഡയറക്ടറുടെ കീഴിൽ നിന്ന് കുറച്ച് വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് ഒരാൾ ഡയറക്ടർ ആവാനായിട്ട് കേപ്പബിൾ ആവുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ഒരു പ്രൊഡ്യൂസർക്ക് ആ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്ന ആളിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. മിനിമം ഒരു 10-20 പടമെങ്കിലും വർക്ക് ചെയ്താലാണ് അയാളൊരു പടം ഡയറക്റ്റ് ചെയ്യാനായി എന്നുള്ളൊരു വിശ്വാസം പലപ്പോഴും പല നിർമ്മാതാക്കൾക്കും ഉണ്ടാവും. അല്ലെങ്കിൽ മിനിമം ഒരു 5-8 പടമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. ഇന്ന് ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ കൂടുതൽ കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തെന്നുള്ളതാണ്. പല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സൊക്കെ പറയണത് നമ്മളോട് അങ്ങനെയാണ്. കാരണം എത്ര പടം വർക്ക് ചെയ്തു, 10 പടം വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അയാൾ അല്ലാണ്ടായിട്ടുണ്ടാവും, ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് അവർക്ക് ഡേറ്റ് കൊടുക്കാതിരിക്കും ആർട്ടിസ്റ്റ്. അപ്പം മുമ്പ് എക്സ്പീരിയൻസിനായിരുന്നു പ്രാധാന്യം, ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരെ വേണ്ടെന്നുള്ളതാണ്. അപ്പം അതിന് കാരണം ഇതാണ്. കാരണം ഡിജിറ്റലായിട്ട് എല്ലാവർക്കും സിനിമ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എടുക്കുന്ന സാധനം നമുക്ക് മോണിറ്ററിൽ കാണാമല്ലോ. അപ്പോൾ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റ് തന്നെ ചൂണ്ടിക്കാണിക്കും, ഒരു ഡയറക്ടർ എടുക്കുന്ന ഷോട്ട് ശരിയല്ലെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ മറ്റേത് അങ്ങനെയല്ലല്ലോ, ഡയറക്ടറെ വിശ്വസിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം 100% ഡയറക്ടറെ വിശ്വസിക്കണം. എന്താണ് ഷൂട്ട് ചെയ്യണം എന്നുള്ള സാധനം അവസാനം സിനിമയായി വരുമ്പോഴാണ് പ്രൊഡ്യൂസർ കാണാൻ പറ്റുള്ളൂ. മറ്റേത് അപ്പം എടുക്കുന്നത് കണ്ടിട്ട് അവർക്ക് തീരുമാനിക്കാം, അത് നന്നായിട്ട് എടുക്കണ്ടില്ല എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ആ രീതിയിൽ നോക്കണമെങ്കിൽ വലിയ മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ടറെ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അത് പ്രൊഡ്യൂസർ മാത്രമല്ല, ആക്ടറും വിശ്വസിക്കും. ഇന്ന് സിനിമ കണ്ടുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണല്ലോ, മുമ്പ് അങ്ങനെയല്ലോ. ഇപ്പൊ ക്യാമറാമാനാണ് ഇതിൽ കൂടി കാണുന്നത്. ബാക്കി നമ്മൾ ക്യാമറാമാനെ വിശ്വസിക്കും, ഡയറക്ടർ ക്യാമറാമാനെ വിശ്വസിക്കും, ഡയറക്ടറെ ബാക്കി എല്ലാവരും വിശ്വസിക്കും. അപ്പൊ ഞാനൊരു ഷോട്ട് എടുക്കുമ്പോൾ എനിക്ക് അറിയാം, അപ്പോൾ ക്യാമറാമാനോട് പറഞ്ഞ് എനിക്ക് ഇന്ന ഫ്രെയിമാണ് വേണ്ടത് എന്ന് ഫ്രെയിമൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ അകത്ത് എന്താണ് നടക്കണമെന്നതിനെ കുറിച്ച് ഓരോ ഡയറക്ടർമാർക്കും വ്യക്തമായ ധാരണ ഉണ്ടാവും. അപ്പം നമ്മൾ ക്യാമറയുടെ ബാക്കിൽ ദൂരെയാണ് നിൽക്കണമെങ്കിലും ആക്ടർ അഭിനയിക്കണ കുറേ ദൂരെ നിന്നിട്ടാണെങ്കിൽ പോലും അവരുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻ പോലും നമ്മൾ ഈ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് കണ്ട് ഓക്കെ പറയണം, ഷോട്ട് ഓക്കെ പറയണം. എന്നാൽ നമ്മൾ കാണുന്നില്ല,
എന്നാലും നമ്മൾ ഇതിനകത്തുനിന്ന് കൂടി കാണുന്നില്ല. ഇപ്പൊ മോണിറ്ററിൽ നോക്കി 2-3 പ്രാവശ്യം മോണിറ്റർ നോക്കിയിട്ട് ഷോട്ട് ഓക്കെ പറയണം. ആ ഓക്കെ ആവുന്നത് നമ്മൾ ഡയറക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടർ നമ്മളെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സിനിമയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. അതിൻ്റെ ഓരോ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേരുകൾ പോലും വളരെ രസകരമാണ്. എന്നാൽ ആളുകളുടെ ഹൃദയത്തിൽ തറക്കുന്ന രീതിയിലുള്ള പേരുകളുമാണ്. അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നും ആളുകൾ പറഞ്ഞിട്ടൊരു ആളുകൾ കളിയാക്കിയാണോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അയാൾ കഥ എഴുതുകയാണ് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട്. ഈ പേരുകളും സിനിമയും തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? അല്ല, എന്നാൽ ഓരോ സിനിമയ്ക്ക് പറ്റുന്ന പേരുകൾ ഇടാന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ലാണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ത്രസിപ്പിക്കുന്ന പേരിടാന്നുള്ളതല്ലല്ലോ സിനിമയുടെ ഒരു കറക്റ്റ് രീതി എന്ന് പറഞ്ഞാൽ. അതാണല്ലോ ഓരോ സിനിമയുടെ പേരിലുണ്ടാവും ആ സിനിമയുടെ ഒരു സ്വഭാവം തന്നെ. ഇപ്പോൾ അയാൾക്ക് എഴുതുന്ന കാര്യം പറഞ്ഞാൽ ഒരു പൈങ്കിളി നോവലിസ്റ്റിൻ്റെ കഥയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ പേരിൽ തന്നെ കഥയുടെ ഒരു ഇതുണ്ട്. മധുരോമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്തു. ആ കാറ്റാണ് അതിനെ ധ്വനിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് അതുണ്ട്. പെരുമഴക്കാലം മഴയും ആ ഒരു ഈ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ ആ പേരിൽ ഉണ്ട്. അതുപോലെയുള്ള ഒരുപാട് പടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മേഘമൽഹാർ എന്നുള്ള അതിൻ്റെ അകത്ത് പ്രണയവും പാട്ടിൻ്റെയും മറ്റേ മഴയുടെയൊക്കെ ഒരു രാഗം കൃത്യമായിട്ട് രാഗം പിടിച്ചിട്ടുള്ള സിനിമ. അപ്പം അങ്ങനെ വെച്ചിട്ടുള്ള ആ പേര് ഇടുന്നത്. ഓരോ സിനിമക്കും ആ സ്വഭാവമുണ്ട്. ആദ്യകാലം മുതലേ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് പേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ണികളെ ഒരു കഥ പറയാം, കാക്കുത്തിക്കാവിലെ പൂപ്പത്താടി, അങ്ങനെ ഓരോ സിനിമക്കും അതിൻ്റെതായ പേരുകൾക്കൊരു ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. അത് കഥയുടെ സ്വഭാവം അനുസരിച്ചാണ്. അപ്പോൾ ഓരോ സിനിമ ഓരോ പുതിയ കഥകളും പുതിയ അന്തരീക്ഷമാണ്. ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിക്കുന്ന നിർബന്ധ ബുദ്ധി അങ്ങനെയുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടൊരു കഥ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കഥയാണ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് നോക്കുക. ആദ്യം ഈ കഥ എവിടെ നടക്കുന്നു, ലൊക്കേഷനും കാര്യങ്ങളും അതൊക്കെയാണ്. പിന്നെ ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ ഒരു താരം അഭിനയിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് ആ താരം തന്നെ ആയിരിക്കും. പക്ഷെ ആ താരത്തിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, അതൊരു പ്രധാന നായകനാണെങ്കിൽ അയാളുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും, നായികയുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും, കഥാപാത്രത്തിന് അയാൾ ഇണങ്ങുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെയും നമുക്ക് അന്ന് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് നടീനടന്മാർ നമ്മൾ ഏത് കഥ ചെയ്ത് കഴിഞ്ഞാലും അതിലേക്ക് മാച്ചാവുന്ന രീതിയിലേക്കുള്ള നടീനടന്മാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാറിയിട്ട് നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അവർ പുതുമുഖങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തുന്നുണ്ട്, ഓഡീഷൻ ചെയ്യുന്നുണ്ട്. ഓഡീഷൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ ആദ്യകാലത്ത് ഓഡീഷൻ ഉണ്ട്. ഇതൊക്കെ ഈ ഓൺലൈനിലേക്ക് പരസ്യം കൊടുത്തിട്ടുള്ള ഓഡീഷൻ അല്ലായിരുന്നു മാത്രമേ. നമ്മൾ തന്നെ പുതുമുഖങ്ങളൊക്കെ ഞാൻ ഓരോ സിനിമയിലും കൊണ്ടുവരുമ്പോൾ എത്രയോ ഓഡീഷൻ നടത്തി. ഇപ്പം നമ്മളിലൊക്കെ തന്നെ ഇവരെ കൊണ്ടുവരുമ്പോൾ കുറേ പേരെ പരീക്ഷിച്ചിട്ടാണ് അവസാനം തീരുമാനിച്ചത്. ഒന്നും വേണ്ട, കുട്ടികളെ വെച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് ഉണ്ണികളൊരു കഥ പറയാമെങ്കിലൊക്കെ കുട്ടികളെ നമ്മളന്ന് സെലക്ട് ചെയ്തത് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് പല സ്ഥലത്തുനിന്നും കുട്ടികൾ വന്ന് 100-300 അധികം പിള്ളേർ വന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതെല്ലാ കാലത്തും ഉള്ളതാണ്. ഈ കഥാപാത്രത്തിന് പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. ഇപ്പോൾ കാക്കോത്തിക്കാവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ലേ, നമ്മൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സൊന്നും അതിൽ കാര്യമായിട്ടില്ല. നമ്മൾ വി കെ ശ്രീരാമനൊക്കെ കമ്പാരിറ്റീവ്ലി ആർക്കും അറിയാത്ത ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹമാണ് അതിൽ പ്രധാന വില്ലനായിട്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ അതിനു വേണ്ടി കാസ്റ്റ് ചെയ്തപ്പോൾ ആ ക്യാരക്ടർ പറ്റുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെയൊക്കെ സെലക്ട് ചെയ്തത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ സിനിമയിൽ കഥാപാത്രങ്ങളുടെ ആഴം കുറഞ്ഞു പോകുന്നതായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നണില്ല കേട്ടോ. കാരണം ഇപ്പോഴും നല്ല സിനിമകൾ വരുന്നില്ലേ, അതിന് നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. സിനിമയൊക്കെ കാലത്തിനനുസരിച്ച് ഓരോ എന്താ പറയുക, കഥയുടെ രൂപം മാറുന്നുണ്ട്. കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപ് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നായികമാരുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള നായികമാരുടെ കഥാപാത്രങ്ങൾ അന്ന് സിനിമയിൽ കൂടുതലുണ്ടായിരുന്നു. അത് സത്യമാണ്. ഇന്നിപ്പോൾ അത് കുറഞ്ഞു. വല്ലപ്പോഴുമാണ് നായികയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകൾ വരുന്നത്. ഹീറോ സെൻട്രിക് ആയിട്ട് സിനിമ മാറിയിട്ടുണ്ട്. അപ്പം സ്ത്രീകൾക്ക് തന്നെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാന്ന് മാത്രമല്ല, ചില സിനിമയിൽ സ്ത്രീകളെ തന്നെ കാണില്ല. 1-2 ഷോട്ടിലേക്ക് മാത്രം സ്ത്രീകളുള്ള സിനിമകളൊക്കെ കുറേ വരുന്നുണ്ട്. ഇനി സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും നായകൻ്റെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോഴും ഒന്നും ഉണ്ടാവില്ല. മുമ്പ് അങ്ങനെയല്ലല്ലോ. നായകനേക്കാളും മേലെ പ്രാധാന്യമുള്ള നായികമാരെ വെച്ചിട്ട് ഒരുപാട് സിനിമ വന്നിട്ടുണ്ട്. അത്രയും തന്നെ പ്രാധാന്യം ക്യാരക്ടർ വേഷം ചെയ്യുന്നവരുണ്ടോ? ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നതാണ്. അത് പണ്ടും അങ്ങനെയല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കില്ല. ഇപ്പോൾ സത്യനും പ്രേംനസീറും ഉള്ള സമയത്ത് ഷീലയും ശാരദയൊക്കെ അവരെക്കാളും പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ വന്ന സമയത്ത് പോലും ഫീമെയിൽസിന് ഭയങ്കര പ്രാധാന്യമുള്ള സിനിമ. പഞ്ചാഗ്നി എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ ഉണ്ടെങ്കിലും
അതിലെ പ്രധാന ക്യാരക്ടർ ഗീത. പെരുമഴക്കാലത്തിലൊക്കെ തന്നെ ഫീമെയിൽസ് അല്ലേ ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ സിനിമകൾ വളരെ കുറവ് വരുന്നുള്ളൂ. അതിന് ശക്തമായ കഥാപാത്രങ്ങളുണ്ട്, ക്യാരക്ടേഴ്സ്. അതെ അതെ. അല്ല, അത്തരം ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കാൻ പറ്റിയ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് അന്നത്തെ സിനിമയുടെ രീതിക്ക് പറ്റിയ ആർട്ടിസ്റ്റുകൾ. ഇപ്പൊ ഇന്നത്തെ സിനിമയിലും ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള പുതിയ പിള്ളേർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് അതിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ മാറുന്നതിനനുസരിച്ച് അതിന്റെ ടെക്നോളജി മാറും, അതിന്റെ കഥ മാറും, കഥകളുടെ അഭിരുചി മാറും. ഇപ്പൊ കാണുന്ന പ്രേക്ഷകന്റെ അഭിരുചി മാറിയിട്ടില്ലേ. ഇപ്പോൾ ഞങ്ങള് ഒരു 10-20 വർഷം മുമ്പ് ചെയ്യുന്ന സിനിമയിലെ കഥയും കഥാപാത്രങ്ങളൊന്നും ഇപ്പോഴത്തെ ജൻസി പിള്ളേർക്ക് ഇഷ്ടമല്ലെന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ അന്നത്തെ ജൻസി പിള്ളേരെ വെച്ചിട്ട് ചെയ്ത പടങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്ത പടങ്ങളാണ് നിറവും നമ്മളൊക്കെ. ആ നിറത്തിൽ അന്ന് ഈ ഫ്രണ്ട്ഷിപ്പും ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദമൊക്കെ അന്ന് പുതിയ കാര്യമാണ്. ഇന്നിപ്പോ വളരെ കോമൺ ആയിട്ടുള്ള കാര്യം അന്ന് ആദ്യമായിട്ടാണ് സിനിമയിൽ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ആ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇല്ലല്ലോ, ആ സങ്കല്പം ഇല്ലല്ലോ. ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം ഉണ്ടാവുന്നത് അന്ന് വളരെ കുറവാണ്. ആ സമയത്താണ് നിറം വരുന്നത്. പിന്നെ ആ ബെസ്റ്റ് തന്നെ പിന്നീട് നിറത്തിലൂടെയാണ് പിന്നീട് ഒരുപാട് സിനിമകൾ, നിറത്തിലെ പാട്ടുകൾ ഇന്നും ആളുകൾ പാടുന്നു, ആൾക്കാർ പാടുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ വരുമ്പോൾ അന്നത്തെ യൂത്തിന് വേണ്ടിയിട്ടുള്ള സിനിമകളാണ് അതുണ്ടാകുന്നത്. അപ്പൊ ആ യൂത്ത് മാറി, അവരിപ്പോ 40കൾക്ക് മേലെ പ്രായമുള്ള ആൾക്കാരായി. അപ്പൊ എന്ന് വെച്ചാൽ പുതിയ യൂത്ത് വന്നു, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ വന്നപ്പോൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് ഇപ്പൊ സിനിമ ഉണ്ടാക്കി. ഈ കമൽ സാറിന്റെ സിനിമകൾ പൊതുവായി കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാട്ടുകളാണ്. ഈ പാട്ട് കഥയ്ക്കൊപ്പം ചേർന്നാ പോവുക, കഥയും പാട്ടും ചേർന്ന് പോകുന്ന ഒരു അന്തരീക്ഷം സിനിമയിൽ വളരെ രസകരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ രസക്കൂട്ട് എങ്ങനെയാണ് ചേർത്ത്? പാട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ ആ കാലഘട്ടത്തിൽ സിനിമയുടെ ഒരു കമേഴ്ഷ്യൽ വിജയത്തിന് പാട്ടുകൾ അവിഭാജ്യ ഘടകമായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, അടിപ്പടങ്ങളിൽ വരെ നല്ല പാട്ടുണ്ടാവുമായിരുന്നു. ആക്ഷൻ പടങ്ങളിലും പാട്ടുണ്ടാവും, ആ പാട്ട് ഒഴിവാക്കാറില്ല എല്ലാവരും. പിന്നെ അവാർഡ് സിനിമകളിലാണ് പാട്ടില്ലാതിരിക്കുന്നത്. അപ്പം ഞാനൊക്കെ സ്പെഷ്യലൈസ് ചെയ്തത് നല്ല പാട്ടുകൾ സിനിമയിൽ വേണമെന്ന് നിർബന്ധമായിട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ സിനിമയിൽ മിനിമം 3-4 പാട്ടുണ്ടാവും, അത് മികച്ച പാട്ടുകളായിരിക്കണം എല്ലാം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ആ രീതിയിലുള്ളൊരു സംഗീതം ഉണ്ടായിരുന്നു. ഇന്നത്തെ പാട്ടുകളുടെ രീതി അല്ലല്ലോ അന്ന്. വരികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു, സംഗീതത്തിനും രാഗം ബേസ്ഡായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി മെലഡി ഉള്ള സോങ്സ് വേണം എന്ന് ഓഡിയൻസിനും ഇഷ്ടമായിരുന്നു, നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ മെലഡി ഉള്ള പാട്ടുകളാണ് അന്നുണ്ടായിരുന്നത്. തട്ടുപൊളിപ്പം പാട്ടുകളോടൊപ്പം തന്നെ അതും ഉണ്ടായിട്ടുണ്ട്, ഇടയിൽ ഞാൻ തന്നെ പലതും ചെയ്തിട്ടുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ മെലഡിയുള്ള സോങ്സ് കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ അന്ന് അത്തരം പാട്ടുകൾ ചെയ്യാൻ പറ്റുന്ന നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോൺസൺ രവീന്ദ്രൻ, ഔസേപ്പച്ചൻ, വിദ്യാസാഗർ വന്നു, മോഹൻ സിതാർ, അങ്ങനെ എൻ്റെ പടങ്ങളിൽ ചെയ്തിട്ടുള്ള എം ജയേന്ദ്രൻ തുടങ്ങിയിട്ട് ഒരുപാട് സംഗീത സംവിധായകരുണ്ട്, എഴുത്തുകാർ, പാട്ടെഴുത്തുകാർ. പാട്ടുകൾക്കൊപ്പം അതിന്റെ വിഷ്വലും ഭയങ്കരമായിട്ട്, അതെ അതെ അതെ, പലപ്പോഴും പാട്ടിലൂടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരു കറക്റ്റ് സിറ്റുവേഷനാണ് പാട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മ്യൂസിക് ഡയറക്ടറെ അടുത്തും ലിറിക് റൈറ്ററെ അടുത്തും ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന വരികൾ അവർ ഉണ്ടാക്കുകയും ആ വരികളും പാട്ടും മ്യൂസിക്കൊക്കെ വെച്ച് നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോൾ നമ്മളിൽ അറിയാതെ കുറേ വിഷ്വൽസ് വരും. ആ വിഷ്വൽസ് വെച്ചിട്ടാണ് ഞാൻ പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. പിന്നീട് ഹിറ്റാവും, പ്രേക്ഷകരും അത് ഏറ്റെടുക്കും. ഇപ്പോഴും പഴയ പാട്ടുകളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഓരോ സിനിമകളിൽ. അപ്പോൾ പാട്ട് ചിത്രീകരിക്കാമെന്ന് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏത് സിനിമ ഷൂട്ട് ചെയ്യണതിന്, കഥ ഷൂട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ പാട്ട് പിക്ചറൈസ് ചെയ്യുക എന്നുള്ളത് മിക്കവാറും സിനിമയുടെ തുടക്കത്തിലൊക്കെ ഞാൻ പാട്ടാണ് ഷൂട്ട് ചെയ്യുക. കഥ കേൾക്കുമ്പോൾ തന്നെ പാട്ടിൻ്റെ ഒരു അതൊക്കെ ആലോചിച്ച് എങ്ങനെ പാട്ട് പിക്ചറൈസ് ചെയ്യണം, ഏതൊക്കെ ആയിരിക്കണം അതിൻ്റെ, പാട്ടിലൂടെ എങ്ങനെ കഥ പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്നും ആലോചിക്കാറ്. ഗസൽ പോലുള്ള സിനിമകളൊക്കെ പാട്ടിന്റെ ഒരു ലെവല് വേറെ ഒരു, അത് കുറച്ചൊക്കെ ഹിന്ദുസ്ഥാനിയും ഗ്രാമഫോൺ ഗസലില് ബോംബെ രവിയായിരുന്നു മ്യൂസിക്. അപ്പൊ അങ്ങനെയൊക്കെ വന്നത് അതുകൊണ്ടാണ്. പിന്നെ കോഴ്സ് ഗ്രാമഫോൺ വിദ്യാസാഗറാണ്. വിദ്യാസാഗർ ഏറ്റവും മനോഹരമായ പാട്ടുകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. കമൽ സാർ പാട്ട് പാടാറുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ പാട്ട് പാടാമെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് നമ്മൾ ഇരുന്നും പാട്ട് പാടുന്നല്ലാതെ പാട്ടിനോട് ഇത്രയും ആഴത്തിൽ പാട്ട് കേട്ടും പാട്ടിനോട് ഇങ്ങനെ പാട്ടെനിക്ക് ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ലാണ്ട് പാട്ട് പാടിയിട്ട് ഇപ്പം യേശുദാസ് അങ്ങനെ പാട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഒരുപാട് പാട്ട് പാടിയിട്ടുള്ള മഹാഗായകനാണ്. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ചെയ്യാന്നുള്ളതാണ്. പാടുന്നതും സിനിമയിൽ പാടുന്നതും കേട്ട് കഴിഞ്ഞാൽ അത് ഒരേമാതിരി തോന്നും നമുക്ക്. നസീർ സാറ് പാടണമെന്ന് തോന്നുന്നു. അന്നത്തെ കാലം അങ്ങനെയാണല്ലോ. എന്നെ സംബന്ധിച്ചോളം പാട്ട് നന്നായിട്ട് പിക്ചറൈസ് ചെയ്യാന്നുള്ളത് മാത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് പല എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞവർ. അതായത് അവർ കുറേ ട്യൂൺ ഉണ്ടാക്കും. അപ്പോൾ അവർ ട്യൂൺ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഏതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്നും ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അതിനൊരു കഴിവാണ്.
പിന്നെ ഒരു 3-4 ട്യൂൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് ഇതാണ്, ആ ട്യൂൺ മതി, അല്ലെങ്കിൽ ഇന്ന ലിറിക്സ് ഇന്ന പോലെ വേണം എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതിക്കാനും ഒക്കെ ആയിട്ടുള്ള അതിന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് വരികളെ കുറിച്ചുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇന്ന രീതി വേണമെന്ന് നിർബന്ധിക്കാറുണ്ട്. ട്യൂൺ പോലും അങ്ങനെയാണ്. ചില രാഗങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അത് ചിലപ്പോൾ നമുക്ക് ആ സിറ്റുവേഷന് മാച്ച് ആവില്ല, പ്ലസന്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കമൽ സാറിന്റെ സിനിമകളിൽ വരുന്നൊരു പ്രണയം, അതെ. ഓരോ സിനിമയിലും പ്രണയത്തിന്റെ എലമെന്റ്സ് ധാരാളം ഉണ്ടാവും, പക്ഷെ അതിനെ വ്യത്യസ്തമായ രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് അതിനകത്തൊരു ട്രയാങ്കിൾ അല്ലെ, വളരെ രസകരമായിട്ട്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാള സിനിമയും ഇന്ത്യൻ സിനിമ മൊത്തം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക പ്രണയ സിനിമകളായിരിക്കും. ആക്ഷൻ പടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലുണ്ടാവും ഒരു പ്രണയം അല്ലേ. പഴയ സിനിമകൾ ഇപ്പോൾ ഷോലെ നോക്കിയാൽ അറിയാം, ഹിന്ദിയിൽ അതിമനോഹരമായ പ്രണയം ഉള്ള 2 പ്രണയങ്ങളുള്ള സിനിമയാണ് ഷോലെ. അതുപോലെ ഹിന്ദിയിലായാലും ശരി, തമിഴിലായാലും ശരി, മലയാളത്തിലായാലും ഒക്കെ ശരി, ഏത് ടൈപ്പ് സിനിമ ഉണ്ടായാലും ഇമോഷണൽ സിനിമ ഉണ്ടെങ്കിലും അതിൽ പ്രണയമുണ്ട്. പ്രണയം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വികാരമാണ്. പലതിനോടും പ്രണയം ഉണ്ടാവും. ഇപ്പോൾ ആണും പെണ്ണും മാത്രമല്ല പ്രണയം, പലതിനോടും പ്രണയം ഉണ്ടാവും. നമുക്ക് പ്രകൃതിയോട് പ്രണയം ഉണ്ടാവും, മഴയോട് പ്രണയം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ പ്രണയമാണ്. ഇപ്പോൾ അതിലൊരു ആണും പെണ്ണും പ്രേമിക്കുന്നത് മാത്രം വേണമെന്നില്ല. അപ്പോൾ അത് സിറ്റുവേഷൻ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ആണും പെണ്ണും തമ്മിലുള്ള പ്രേമം വരുന്നതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പല മനുഷ്യരും ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പ്രണയിക്കുന്ന മാതിരി ആയിരിക്കില്ല വേറൊരാൾ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ മൂന്നാമത് വേറൊരാൾ വേറെ രീതിയിലായിരിക്കും. പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും വേറെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കഥ വരുമ്പോൾ അതിന് മേച്ചാവുന്ന രീതിയിലുള്ള പ്രണയം ആലോചിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൃഷ്ണകുടിയുടെ കാര്യം പറഞ്ഞ്, ഇപ്പോൾ മേഘമൽഹാർ, ഈ പുഴയും കിടന്ന്, നിറം, അങ്ങനെ കുറേ സിനിമകളിൽ പ്രണയം അല്ല, ഓരോന്നും വ്യത്യസ്തമായ ലൈനിലാണ് പോകുന്നത് പ്രണയം. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഞാൻ അന്ന് ഇങ്ങനെ എൻ്റെ എങ്ങനെ കൂടുതൽ പ്രണയ സിനിമകൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ് ഉണ്ട്, ഓരോ സംവിധായകർ. ഇപ്പോൾ ജോഷി എന്ന് പറയും ഇന്ന ടൈപ്പ് സിനിമ, പ്രിയൻ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ പടം, സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ചേർന്ന് കഴിഞ്ഞാൽ കോമഡിയും കാര്യങ്ങളൊക്കെയാണ്, സിബിയും ലോഹിയും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് പല തിരക്കഥാകൃത്തുക്കളുടെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ജോഡി ഉണ്ടായിട്ടില്ല, ഒരു തിരക്കഥാകൃത്തും ഞാനും തമ്മിൽ അങ്ങനെ ഒരു സ്ഥിരമായ ഒരു ജോഡി ഉണ്ടായിട്ടില്ല. അപ്പോൾ രഞ്ജിത്തും റസാഖും കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ശ്രീനിവാസൻ ചെയ്തു, എല്ലാവരും കുറെ പേര് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പെർമനന്റ് ജോലി സ്വന്തമായിട്ട് കുറെ തിരക്കഥ എഴുതുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ ഒരു പ്ലേസ് വേണമല്ലോ സിനിമയിൽ. ആ ഒരു പ്ലേസ് എന്നുള്ള രീതിയിലാണ് ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ വേറെ സിനിമയിലേക്ക് പോയിട്ടുള്ള ഒരു കാരണം. മറ്റൊന്ന്, പ്രണയ കഥകളൊക്കെ കൂടുതൽ വരാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഞാനാണ്. ഇപ്പോൾ അതിനു മുമ്പ് ഫാസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാസിലും പിന്നെ ട്രാക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഞാനാണ് കൂടുതൽ അത്തരം സിനിമകൾ ചെയ്തിട്ടുള്ളത്. കൃഷ്ണനുടെ കാര്യം പറഞ്ഞ മഞ്ജു വാര്യർ കഴുതപ്പുറത്ത് അത് ചിത്രീകരിക്കുമ്പോൾ അല്ല, അത് ഞാൻ തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പൊ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു സീൻ ആലോചിച്ചു. പക്ഷെ അപ്പൊ ഈ തെലുങ്ക് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ തെലുങ്കിന്റെ അതിന്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ അതിന്റെ അർത്ഥം തെലുങ്കാണത്. ആ തെലുങ്കാണ്. എന്താണ് സുവല സുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് വിദ്യാസാഗറാണ്. വിദ്യാസാഗർ തെലുങ്കനാണ്. ഞാൻ വിദ്യാസാഗറിനോട് സിറ്റുവേഷൻ പറഞ്ഞു മലയാളത്തിൽ ഇന്ന വരി വേണമെന്ന് പറഞ്ഞ് അതിന്റെ തെലുങ്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. വിദ്യാസാഗറാണ് എനിക്കത് ട്രാൻസ്ലേറ്റ് തന്നത്. അത് പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ തന്നെ സിനിമയിൽ തന്നെ ഒരു പാട്ടിലുണ്ട് അത്, ആസു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അപ്പൊ അത് അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ ആ ഇതിലുണ്ടായിരുന്നു. പക്ഷെ സീൻ ഞാൻ എഴുതിയതാണ്. പിന്നെ ജയറാമും മഞ്ജുവും കൂടി അത് ഇംപ്രവൈസ് ചെയ്ത് കുറച്ച് ഹ്യൂമറൊക്കെ നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആ സീൻ. അതുപോലെ ഈ അയാൾ കഥ എഴുതിയാണ് മോഹൻലാല് ആ നൈറ്റൊക്കെ ഇട്ട് ഓടുന്നൊരു ശരിക്കും ആ സീനൊക്കെ ചിത്രീകരിക്കുമ്പോൾ. അതെ, അത് പിന്നെ മോഹൻലാലും ശ്രീനിയും അങ്ങനെ സഹകരിച്ചു. പിന്നെ ശ്രീനിവാസനാണ് അതിന്റെ സ്ക്രിപ്റ്റ്, സിദ്ദീഖിന്റെ ആയിരുന്നു കഥ. അത്തരം കോമഡി സിറ്റുവേഷൻസ് മോഹൻലാൽ അത് അഴിഞ്ഞാടി എന്ന് തന്നെ പറയാം. ആ ക്യാരക്ടർ മോഹൻലാലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാരക്ടറിനോടൊപ്പം സഞ്ചരിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സീനൊക്കെ വന്നപ്പോൾ ലാല് ചെയ്യാൻ തയ്യാറാവുന്നത്. ആ സീൻ എടുക്കുമ്പോഴേ നമുക്ക് സീൻ എടുക്കുമ്പോൾ തമാശ ഉണ്ടായിരുന്നു. അത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര രസമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഒന്നാമത് ഒരു പെണ്ണിന്റെ മാക്സി ലാലിന് പാകാവില്ലല്ലോ. പ്രത്യേകിച്ച് അതിൽ നായിക മെലിഞ്ഞിട്ടാണല്ലോ അതിൽ. അപ്പോൾ ആ മാക്സി എടുത്തിട്ടാണ് ഇടുന്നത്. അതിന്റെ ലോജിക്കാരും ചിന്തിക്കരുത്. പക്ഷെ അത് മോഹൻലാലിന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് തയ്ച്ചാണ്, കോസ്റ്റ്യൂമർ തയ്ച്ചിട്ട് അതിന്റെ പാകത്തിനുള്ളതാണ് ഇട്ടത്. പക്ഷെ പടത്തില് പെണ്ണിന്റെ മാക്സി ഇല്ലാതെ ആർക്കും മനസ്സിലാവണില്ല അല്ലേ. അപ്പൊ നായികയുടെ മാക്സി ഇട്ടിട്ട് ഓടിച്ചിട്ടില്ല. എന്തായാലും ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ചിരിച്ച് എല്ലാവരും നല്ല ജോലി. അതുപോലെ നമ്മുടെ അഴകിരാവണൻ എന്ന സിനിമയിൽ മമ്മൂക്കാട് ഒരു വേറൊരു ഫേസാണ് അതിനകത്ത് നമുക്ക് കാണാൻ കിട്ടുക. അല്ല, മമ്മൂക്ക പൊതുവെ അത്തരം സിനിമകൾ അന്ന് ചെയ്യാൻ മടിയുള്ള ഒരാളായിരുന്നു. കോമഡി ആയാലും ശരി. അതുപോലെ തന്നെ
അതിൻ്റെ അകത്ത് പൊങ്ങച്ചക്കാരനാണ്. അപ്പോൾ ഈ പൊങ്ങച്ചക്കാരൻ്റെ അത് ശ്രീനി ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അതെന്നെ കളിയാക്കാനാണോ എന്നൊക്കെ ഒരു തോന്നൽ പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി അത് ശ്രീനിയോട് പറയുകയും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അതിൻ്റെ പോസിറ്റീവ് വശം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പുള്ളി ഓക്കെ ആയിരുന്നു. പിന്നീട് അതേ പൊങ്ങച്ചക്കാരൻ പിന്നെ പ്രാഞ്ചേട്ടനൊക്കെ അതിന് ശേഷമാണല്ലോ ചെയ്യുന്നത്. അതെ അതെ അതെ. ശേഷം അത് നമുക്കൊക്കെ ആദ്യം ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ചെയ്താൽ ശരിയാവോ എന്നൊക്കെ ഉള്ള ഒരു കളിയാക്കൽ ഒരു ഫീൽ ഉണ്ടല്ലോ. ശ്രീനേട്ടനാകുമ്പോ പ്രത്യേകിച്ച് അത് ശ്രീനിയെ കൂടി ആകുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു എന്തായാലും.